പഞ്ചായത്ത് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിയന്നൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് പി വി സുനിൽകുമാറുണ്ട്. നമസ്കാരം ശ്രീ സുനിൽകുമാർ. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. കേരള കൗമുദിയുടെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുള്ള അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശമാണ്, ഒരു കാർഷിക മേഖലയാണ്. എങ്ങനെയാണ് അതിയന്നൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? നമ്മുടെ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ്. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തിൽ ഏകദേശം 10,122 കുടുംബങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. കർഷകർക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കർഷക വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ വളരെ മുന്തിയ പരിഗണന കൊടുത്താണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖല മാത്രമല്ല, വ്യവസായ അടിസ്ഥാനത്തിലും ചില കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ അവർക്കും ഗുണകരമായ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കൂടിയാലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം കഴിഞ്ഞ 4.5 വർഷമായി അതിയന്നൂർ പഞ്ചായത്തിന് സമഗ്ര വികസന മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. ആ സാധിച്ചിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ എന്ന് പറയുന്നത്, പഞ്ചായത്തിന് ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. കമ്മ്യൂണിറ്റി ഹാളിന്റെ 2ാം നില ഏകദേശം 40 ലക്ഷം രൂപ മുടക്കി പണി പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന്റെ ഉദ്ഘാടനം അടുത്ത മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് പഞ്ചായത്ത് വളരെ ഗംഭീരമായി നടപ്പിലാക്കി വരുന്നുണ്ട്. പഞ്ചായത്തിന് ഒരു കുടിവെള്ള പദ്ധതി, നമ്മളെ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് രൂക്ഷമായ ഒരു പഞ്ചായത്താണ് അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം 65 സെന്റ് ഭൂമി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിക്കൊണ്ട് കിഫി ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 23.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നെയ്യാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അത് ശുദ്ധീകരിച്ച് ശുദ്ധീകരണശാല നിർമ്മിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഏകദേശം 5000-ൽ പരം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് സാധിച്ചു. അതൊരു വലിയ പ്രയോജനമായി നമ്മൾ മുന്നിൽ കാണാൻ, അത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഈ പഞ്ചായത്ത് ഒരു പരിധി വരെ തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. രണ്ടാമത് ടേക്ക് എ ബ്രേക്ക്, നമുക്കറിയാം ടേക്ക് എ ബ്രേക്ക് വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട്. ഈ പഞ്ചായത്തിനകത്ത് സ്വന്തമായി വില്ലേജ് ഓഫീസ് ഇല്ല. ആ വില്ലേജ് ഓഫീസ് ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ പഞ്ചായത്ത് തന്നെ 6.25 സെന്റ് ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൈമാറിക്കൊണ്ട് ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര MLA നേതൃത്വത്തിൽ ആ റവന്യൂ വില്ലേജ് ഓഫീസ് അനുവദിക്കുന്നതിനും അതിന് 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ആ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ വികസന പദ്ധതികൾ ഓരോന്നോരോന്നായി ഞങ്ങൾ ചെയ്ത് പൂർണ്ണസ്ഥിതിയിൽ പോവുകയാണ്. ആരോഗ്യ രംഗത്തും അത് തന്നെ, കാർഷിക രംഗത്തും അത് തന്നെ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം ഗ്രാമപ്രദേശത്തുള്ള സ്കൂളുകളാണ്. സ്കൂളുകൾക്ക് നവീകരണ പ്രവർത്തനത്തിന് പൈസയുടെ അളവ് കുറഞ്ഞു വന്നപ്പോ, നമുക്ക് ഫണ്ടിന്റെ ലഭ്യത കുറഞ്ഞു വന്നപ്പോ നമ്മൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ക്യൂബസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സമീപിക്കുക. ആ ക്യൂബസ്റ്റ് കമ്പനി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏകദേശം 1,40,00,000 രൂപ ക്യൂബസ്റ്റ് കമ്പനിയുടെ സഹായത്താൽ ഞങ്ങൾക്ക് ഈ സ്കൂൾ നമുക്ക് ഏകദേശം 10 സ്കൂളുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും സാധിച്ചു. കോവിഡ് കാലഘട്ടം വന്നപ്പോൾ നമുക്ക് സ്കൂളുകൾ, നമുക്കറിയാം സാമൂഹ്യ അകലം പാലിച്ചിരുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ നമുക്ക് സ്കൂളുകൾക്ക് ആവശ്യമായ ബെഞ്ച് ഡെസ്കും ഇല്ലാതെ വന്നപ്പോൾ പല സ്ഥാപനങ്ങൾ സമീപിച്ചുകൊണ്ട് കാനറ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ, നാഷണലൈസ് ബാങ്കുകൾ നമുക്ക് അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. നാളുകളിൽ ഈ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ പഞ്ചായത്തിന് ആദ്യമായി നമുക്കറിയാം വനിതാ ജംഗ്ഷൻ എന്ന പദ്ധതി തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി ഞങ്ങളാണ് നടപ്പിലാക്കിയത്. ഈ ജില്ലയിൽ നടപ്പിലാക്കിയതിൽ 5 പഞ്ചായത്തിൽ ഒന്നാമത് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അത് ഏറ്റവും വലിയ ഒരു നമ്മൾ നടപ്പിലാക്കിയ ഏറ്റവും വലിയ പദ്ധതിയായി ഞങ്ങൾ മുന്നിൽ കാണും. അതുപോലെ ഒട്ടനവധി പദ്ധതികൾ ദാരിദ്ര്യ മേഖലയിൽ വീടില്ലാത്തവർക്ക് ലൈഫ് ഭവന പദ്ധതി ഏകദേശം ലൈഫിൽ അപേക്ഷ കൊടുത്തത് 1000-ൽ പരം ആളുകൾ പരിശോധിച്ച് വന്നപ്പോൾ ഏകദേശം 399 ആളുകൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉൾപ്പെട്ട ആളുകൾ കടന്നുകൂടി. അതിലേകദേശം 200 ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് വീട് കൊടുക്കാനും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 139 പേർക്ക് വീട് കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് PMAY ഭവന പദ്ധതി വന്നപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനം എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ പറയത്തക്ക തരത്തിലൊരു മാലിന്യ കൂമ്പാരം ഈ പഞ്ചായത്തിന് ഒരു സ്ഥലത്തും ഇല്ല. അത്തരത്തിൽ ഒരു സ്ഥലത്തും കൂമ്പാരം കൂടുന്നതില്ല. ആളുകൾ അതിൽ ശ്രദ്ധാഞ്ജലികളാണ്. മാത്രമല്ല പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മ സേനയും ഇവിടുത്തെ കുടുംബശ്രീയും സംയുക്തമായാണ് ആ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിടുന്നത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഈ ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. പഞ്ചായത്ത് തലത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷിപ്പെട്ട ആളുകളെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും മുഴുവൻ ദേവാലയങ്ങളിലെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒട്ടനവധി പ്രാവശ്യം
ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് സ്കൂളുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അംഗൻവാടികളിൽ, കുടുംബശ്രീ ഇടങ്ങളിൽ, മറ്റ് വിവിധ മേഖലകൾ എവിടെയൊക്കെയാണോ കൂടുന്ന ഗ്രാമസഭകളിലൊക്കെ ലഹരി വിരുദ്ധമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അരമണിക്കൂറെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ക്ലാസ് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു പരിധിവരെ പഞ്ചായത്തിലെ എല്ലാവർക്കും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മൃഗ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഈ ഒരു വന്യമൃഗ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്? ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമില്ല. വരൾച്ചയാണ്. വരൾച്ചയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം അത്യാവശ്യമാണെങ്കിൽ വണ്ടി ടാങ്കർ വഴി നമ്മൾ വെള്ളം എത്തിക്കാൻ നമ്മൾ സജ്ജമാണ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത്. മാത്രമല്ല, നമ്മൾ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, 65 സെന്റ് ഭൂമി നമ്മൾ വാട്ടർ അതോറിറ്റി കൈമാറിക്കൊണ്ട് വളരെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് 23.5 കോടി രൂപയാണ് ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര MLA കീഴിൽ നമുക്ക് അനുവദിച്ചു കിട്ടിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കിയത്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അടുത്തൊരു ടാങ്കിന്റെ നിർമ്മാണം അത് ഏകദേശം തന്നെ അതിന്റെ പണി പൂർത്തിയായി. എങ്കിലും കുടിവെള്ളം 95% വീടുകളിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ഏറ്റവും വലുതാണ്. 4100 പരം ആളുകൾക്ക് ഹൗസ് കണക്ഷൻ കൊടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും കുടിവെള്ള വിതരണ രംഗത്തടക്കം മികച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്കുള്ള വികസന പദ്ധതികൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ഭിന്നശേഷിക്കാർക്ക് നമ്മൾ ഭിന്നശേഷി ഗ്രാമസഭ നടത്തി. ഭിന്നശേഷിക്കാരെ നമ്മൾ ടൂർ കൊണ്ടുപോയി. ആ തരത്തിലുള്ള കാര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നമുക്കൊരു CHSC ഉണ്ട്, വെൻബേൾ CHSC വഴി ആരോഗ്യ പ്രവർത്തകരുമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് അത്യാവശ്യമുള്ള എല്ലാം വിതരണം ചെയ്യാൻ സാധിച്ചു. ഭിന്നശേഷി ഗ്രാമസഭ മാത്രമല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ 6 മാസത്തിലൊരിക്കൽ ഭിന്നശേഷിക്കാരെ വിളിച്ചുകൂട്ടി അവരെ ആവശ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ സഹായിക്കാൻ പറ്റും അത് മുഴുവൻ ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തു വരുന്നു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? കുടുംബശ്രീ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏകദേശം കുടുംബശ്രീ യൂണിറ്റ് ഏകദേശം തന്നെ നമുക്ക് ഏകദേശം 266 കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്. 266 കുടുംബശ്രീ യൂണിറ്റിന് പ്രധാനമായി പറയാനുള്ളത്, കുടുംബശ്രീ യൂണിറ്റിന്റെ സഹായത്താൽ ഡേ കെയർ സെന്റർ പ്രവർത്തിക്കുന്നു. ആ ഡേ കെയർ സെന്റർ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 6 മാസത്തിന് മുന്നേ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിൽ നിന്നും ഡേ കെയറിന്റെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഡേ കെയർ സെന്ററിനുള്ള അവാർഡ് അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. കുടുംബശ്രീ രംഗത്ത് ഏകദേശം 10-27 ലക്ഷം വരെ ഇപ്പൊ തന്നെ ജില്ലയിൽ നമ്മൾ ജില്ലാ വഴിയുള്ള പൈസ ലോൺ കൊടുക്കുന്നുണ്ട്. നമുക്ക് ME യൂണിറ്റ് ഉണ്ട്, ALG ഗ്രൂപ്പുകളുണ്ട്, ബാലസഭയുണ്ട്, ഓക്സിലറി ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഘടിപ്പിക്കാൻ കഴിയും അത് മുഴുവനും സംഘടിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബശ്രീ യൂണിറ്റ് വഴി നമ്മൾ ഒട്ടനവധി സഹായങ്ങൾ ഏകദേശം ഈ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഏകദേശം 10-15 കോടി രൂപയിൽ പരം ലോണുകളായി ബാങ്കുകൾ വഴിയും ലിങ്കേജ് വഴിയും നമ്മൾ നൽകി വരുന്നുണ്ട്. കുടുംബശ്രീ പ്രവർത്തനം വളരെ ശക്തമായി ഇത്തരത്തിൽ ഇടപെടുന്നു. പഞ്ചായത്ത് അത്തരത്തിൽ CDSമാരും CDS ചെയർപേഴ്സണും MEയും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് പഞ്ചായത്തിന് മാതൃകയാണ്. കുടുംബശ്രീ തന്നെ രാത്രി നടത്തം സംഘടിപ്പിക്കാറുണ്ട്. തിരികെ സ്കൂളിലേക്ക് എന്നുള്ള പ്രവർത്തനം വളരെ ഗംഭീരമായി നടപ്പിലാക്കിയിട്ടായി. മുഴുവൻ കുടുംബശ്രീക്കാരെയും തിരികെ സ്കൂളിൽ എന്ന് പറഞ്ഞ പരിപാടി പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി ജില്ലയിൽ ഗംഭീരമായി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസം നമ്മളെ സംബന്ധിച്ചുണ്ട്. തീർച്ചയായും സ്ത്രീ ശാക്തീകരണ രംഗത്ത് വിവിധ വ്യത്യസ്ത ഇനം പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയാണ്, ഗതാഗത സൗകര്യമൊക്കെ, റോഡൊക്കെ എങ്ങനെയൊക്കെയാണ് നവീകരിക്കുന്നത്, അതുപോലെ തന്നെ വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് വിപുലീകരിച്ചത്? വഴിവിളക്കിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിനകത്ത് എല്ലാ സ്ഥലത്തും എപ്പോഴും രാത്രി സമയം മുഴുവൻ സമയം ലൈറ്റ് കത്തും. ഒരു പോസ്റ്റിൽ ഒരു ലൈറ്റ് എന്നുള്ള കണക്കാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ലൈറ്റിന്റെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ പ്രകാശത്തിന്റെ കാര്യത്തിൽ നമ്മൾ 100% വിജയമാണ്. പിന്നെ പല ഏജൻസികൾ വെച്ച് ഹൈമാസ് ലൈറ്റുകളുണ്ട്. ആ ഹൈമാസ് ലൈറ്റുകൾ തന്നെ കത്താതിരുന്ന ഏകദേശം 18ഓളം ഹൈമാസ് ലൈറ്റ് ഇപ്പോൾ ഒരാഴ്ചക്ക് മുന്നേ മുഴുവനും പ്രകാശപൂരിതമാക്കി. അങ്ങനെ ഈ രംഗത്ത് പ്രകാശത്തിന്റെ ഒരു വിപ്ലവം തന്നെ ഈ പഞ്ചായത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ റോഡുകളുടെ വിഷയത്തിൽ നമുക്കറിയാം, ഫണ്ടിന്റെ ഒരു അപര്യാപ്തത നമുക്ക് വരുമ്പോൾ അതിലൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് ആനുപാതികമായി കിട്ടുന്ന പൈസ മുഴുവനും റോഡ് പദ്ധതി മുഴുവൻ ചിലവാക്കി മുന്നോട്ട് പോകണം. കാരണം കഴിഞ്ഞ വർഷം തന്നെ 2023-24 വാർഷിക പദ്ധതിയിൽ നമ്മൾ ഈ ജില്ലയിൽ ഏകദേശം 2ാം സ്ഥാനം നമ്മൾ എത്തിച്ചേർന്നു ചിലവാക്കുന്ന ഇനത്തിൽ. ഈ വർഷം നമ്മൾ ഏകദേശം 10ാം സ്ഥാനം നിൽപ്പുണ്ട്. അത് ഈ വരുന്ന മാർച്ച് 30-നകത്ത് 1ാം സ്ഥാനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായും ഇനിയുള്ള ഭാവി വികസന പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി വികസന പദ്ധതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 28ഓളം അംഗൻവാടിയുണ്ട്. 24 അംഗൻവാടിക്ക് മാത്രമേ സ്വന്തമായി വസ്തുവും കെട്ടിടവും. ബാക്കിയുള്ള അംഗൻവാടി കെട്ടിട സമുച്ചയം ഉണ്ടാവണം.
നമുക്ക് ഈ പഞ്ചായത്തിനകത്തൊരു മാർക്കറ്റ് സംവിധാനം ഉണ്ടാവണം. നമുക്കൊരു സ്റ്റേഡിയം അത്യാവശ്യമാണ്. ഒരു കളിസ്ഥലം നമുക്കുള്ളത് ആ കളിസ്ഥലം നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കല്ല. അതുകൊണ്ട് പുതിയൊരു കളിസ്ഥലം നമുക്കുണ്ടാക്കി ഈ പ്രാദേശികമായി ഈ പഞ്ചായത്തിനകത്ത് വരുന്ന ചെറുപ്പക്കാർ മുഴുവനും, നമുക്കറിയാലേ ലഹരി വിമുക്തമാക്കി വരുമ്പോൾ ചെറുപ്പക്കാരെ മുഴുവനും ഈ ഗെയിം കളിയിലേക്ക് മാറ്റി വരുമ്പോൾ, അത്തരത്തിലൊരു കൂട്ടായ്മ വരുമ്പോൾ ഈ നാട്ടിലൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെറുപ്പക്കാർക്ക് മുഴുവനും ആ മേഖലയിലേക്ക് തിരിയുമ്പോൾ നാട്ടിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം നമ്മളെ സംബന്ധിച്ചു. പിന്നെ ഈ പഞ്ചായത്തിനകത്ത് ചെറുപ്പക്കാർക്ക് വേണ്ടി ഗെയിം ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായി നടത്തുന്നു. നമ്മൾ കേരളോത്സവം ഗംഭീരമായി നടത്തി. ഈ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഈ കേരളോത്സവം കഴിഞ്ഞ നമുക്കറിയാം 15 വർഷത്തിന് ശേഷം ആദ്യമായി ഈ പഞ്ചായത്ത് 1ാം സ്ഥാനം കേരളോത്സവത്തെ നമ്മൾ കൈയടക്കി 1ാം സ്ഥാനം നേടി. അങ്ങനെ പല രംഗത്തും നമ്മൾ 1ാം സ്ഥാനം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചാലും 90-95% നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ച്, ഈ ആത്മവിശ്വാസവും നാട്ടുകാരുടെ പിന്തുണയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും സർക്കാർ ജീവനക്കാർ മുഴുവൻ ആളുകളും എല്ലാ രംഗത്തുള്ളവരും, അത് ആരോഗ്യ മേഖലയായിരുന്നാലും, അത് ഹോമിയോ മേഖലയായിരുന്നാലും, അത് ആയുർവേദ മേഖലയായിരുന്നാലും, അത് CHSC ആയിരുന്നാലും, അത് വെറ്റിനറി ഡോക്ടറായിരുന്നാലും, അത് ഡയറി ഫാം ആയിരുന്നാലും, വിവിധ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും പരിപൂർണ സഹായം നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്നു. ആ സഹകരണമാണ് നമ്മളെ പഞ്ചായത്തിലെ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്തിനെ മുൻനിരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ സഹായങ്ങൾ പിന്നീടും വരും കാലങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അതിയന്നൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് സുനിൽകുമാർ പങ്കുവച്ചത്. നന്ദി ശ്രീ സുനിൽകുമാർ. താങ്ക് യു. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തുകളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.